പറഞ്ഞു ഗോവിന്ദൻകുട്ടിയുടെ കല്യാണ കാര്യം. അതെ മാമ ഇവര് വിശ്വസിക്കരുത്, കള്ളനാണ്. ഇവന്റെ ഭാര്യയിൽ അവന്റെ ഭാര്യ, അവന്റെ ഭാര്യയിൽ ഇവന്റെ ഭാര്യ, ഇവന്റെ ഭാര്യ അവൻ കെട്ടിയാലും അവന്റെ ഭാര്യ ഇവൻ കെട്ടിയാലും ഇവന്റെ ഭാര്യ അവന്റെ ഭാര്യ ആകുമ്പോ എന്തായാലും നിന്റെ ഭാര്യ തമിഴത്ത് തന്നെ. അമ്മാവക്കർ സാറുമായിട്ട് ഇത്രയും നല്ലൊരു ആത്മബന്ധം ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിക്കും ചതി തന്നെയാണ്. വെറുതെ വിടരുത് അയാളെ. അത് തന്നെയാണ് സാർ ഞാനും പറയുന്നത്. നാട്ടിൽ വേറെ എത്ര ആണുങ്ങളുണ്ട്, എന്നിട്ടും അമ്മാവന്റെ മോളുമായി മോതിരം മാറ്റം വരെ നടത്തിയ ഗോവിന്ദൻകുട്ടിയെ തന്നെ പാട്ടിലാക്കുക എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ തമ്മിൽ പൂർവ്വ വൈരാഗ്യം വല്ലതും ഉണ്ടോ? ഉണ്ടാവണമല്ലോ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാറിയ പണി അയാൾ ചെയ്യോ? അവൻ നാറിയാണെങ്കിലേ ഞാൻ പരമ നാറിയാണ്. അതവന് ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. അവൻ എന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ. എന്നോട് കളിച്ചാൽ അവനെ മാത്രമല്ല അവന്റെ കുടുംബം മുഴുവൻ ഞാൻ കൊളം തോണ്ടും. കണ്ടോ സാർ, ഇപ്പൊ എങ്ങനെയുണ്ട്? മരുമകനാക്കാൻ വേണ്ടി 24 മണിക്കൂറും കൂടെ കൊണ്ട് നടക്കുക. ഇതിനെ ചാക്കിട്ട് പിടുത്തന്നല്ല, എന്താ പറയാ? ഇങ്ങനെ എപ്പോഴും കൂടെ കൊണ്ടു നടക്കാൻ മുകുന്ദൻ എന്താ അങ്ങയുടെ കെട്ടിയോളാണോ? വേണ്ട സാർ, സാഹസമൊന്നും കാണിക്കണ്ട. അഹിംസയായിരിക്കണം നമ്മുടെ ആയുധം. കുട്ടി, ആ ജിറാഫിന്റെ ചേടത്തൊന്ന് പൊട്ടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. എന്നാ പിന്നെ സാറിന്റെ ഇഷ്ടം. എടാ തെണ്ടി, എന്നെ നിനക്ക് ശരിക്കറിയില്ല. ഈ മാന്യതയൊക്കെ എന്റെ പുറമോടിയാണ്. തെറ്റിയാ ഞാൻ വെറും ചെറ്റയാ. നീ ചെറ്റയാണെങ്കിൽ അതിലും വലിയ തൊട്ടിയാണടാ ജിറാഫെ. അത് പ്രത്യേകിച്ച് പറയണ്ട. ആ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഓ, ഒരു മാന്യൻ. പണ്ട് കോളേജിലെ മണി അഴിച്ചോണ്ട് വിറ്റ് വെള്ളം അടിച്ചവനല്ല തെണ്ടി നീ, കള്ള കാഫറെ ജിറാഫെ. ലേഡീസ് ഹോസ്റ്റലിലെ പെൺവേഷത്തിൽ കയറി വാച്ചറുടെയും നെടികൊണ്ട് 3 മാസം ആശുപത്രി കിടന്നവനല്ലടാ ചെറ്റയാ. ഞാൻ ഇനി 6 മാസം കിടക്കും. ഞാൻ ഇനിയും പെൺവേഷം കെട്ടും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ചെയ്യടാ, എന്നാ ചെയ്. പന്നി, നീയല്ലേടാ അന്ന് എന്നെ സാരി ഉടുപ്പിച്ച്? നീയല്ലേടാ എന്റെ ബ്ലൗസിന്റെ ഹൂക്കിട്ടത്? അത് ശരി, അരിയും തിന്ന് ആശാരിച്ചനെയും കടിച്ചിട്ട്. ഏത് ആശാരിച്ചേടാ ഞാൻ കടിച്ചത്? പാടുപെട്ട എന്റെ മോക്ക് ഞാനൊരു ചെറുക്കനെ കണ്ടുപിടിച്ചപ്പോ അവനെ തന്നെ നിനക്ക് വേണം, അല്ലടാ തെണ്ടി. അതേടോ, അവനെ ഞാൻ എടുത്താ താൻ എന്നെ ഞൊട്ടുപോടോ. എങ്കിൽ പിന്നെ അത് തന്നെ എനിക്കൊന്ന് കാണണം. അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചേ. അതിനു മുമ്പ് അവനെ എന്റെ പരിപാടിയാക്കി ഒരു പല്ലും ചെയ്യലോ. സത്യം പറയുമ്പോ മാമൻ ഞെട്ടരുത്. ഈ ഗോവിന്ദൻകുട്ടി വേറെ കല്യാണം ഞാൻ കഴിക്കണമെന്നോ? അതിന് എന്നെ കിട്ടൂലടാ അമ്മാവ. ഇവൻ എം ഡിയുടെ ആളാ, കാശ് വാങ്ങിച്ചോണ്ട് ഇവൻ വേറെ കല്യാണം എം ഡി അല്ല. ഏത് തെണ്ടി പറഞ്ഞാലും ഞാൻ അമ്മാവന്റെ മോളെ കെട്ടു. അതാണ് എന്റെ കണ്ടീഷൻ. വേറൊരു മാമൻ പോലെ ഇല്ല മാമ. എന്താണോ നോക്കുന്നേ? അല്ല, പിറകെ പോലീസുകാരൊന്നും കാണുന്നില്ല. ഇത്തവണ പോലീസ് വരില്ല. ഞാൻ ജയിൽ ചാടിയതല്ല. അടുത്ത മാസം ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് 1 മാസത്തെ ഇളവ് കിട്ടി. ഇനി എത്രയും പെട്ടെന്ന് എന്റെ പെണ്ണിനെ തട്ടിയെടുത്തവന്റെ കഥ കഴിക്കണം. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവളുടെ ഭർത്താവായി ജീവിച്ചിട്ട് തിരിച്ച് ജയിലിലേക്ക് പോകണം. രാഘവേട്ടൻ ആറ് വേണമെങ്കിൽ കൊന്നോ, അതിനെന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ ആഗ്രഹിച്ച എന്റെ ഗായത്രി കുട്ടിയെ രാഘവേട്ടൻ എനിക്ക് നേടിത്തരണം. കൊലക്കേസിൽപ്പെട്ട് 1 ദിവസം പോലും രാഘവേട്ടൻ അകത്ത് കിടക്കേണ്ടി വരില്ല. എത്ര പണം മുടക്കേണ്ടി വന്നാലും, സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ഞാൻ രാഘവേട്ടനെ രക്ഷപ്പെടുത്തും. ബാക്കിയുള്ള കാലം രാഘവേട്ടന്റെ മുറപ്പെണ്ണും ഒരുമിച്ച് രാഘവേട്ടന് സുഖമായി കഴിയാം. ഇത് സത്യം രാഘവേട്ട, സത്യം സത്യം സത്യം. മാമാ മാമാ, ഗോവിന്ദൻകുട്ടിയുടെ സകലവിധ കള്ളത്തരങ്ങളുടെ കലവറ ഞാൻ ഇന്നത്തോട് പൊളിക്കും. അതിനുള്ള ശരിയായ തെളിവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് കോന്തായി പറയുന്നത്? രാഘവൻ, റൗഡി രാഘവൻ. മാമാ, നമ്മുടെ ഗോവിന്ദൻകുട്ടി കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ റൗഡി രാഘവന്റെ മുറപ്പെണ്ണായ സീതാലക്ഷ്മിയാണ്. അത് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് നമ്മുടെ ഈ റൗഡി രാഘവൻ. നീ പറയുന്നത്? അമ്മാവതേ രാഘവൻ വന്ന് പുറത്തു നിൽക്കുക. ദേഷ്യം വന്ന കൊലപാതകം വരെ ചെയ്യാൻ മടിക്കാത്ത ആളാ. വാ മാമാ. ഇവൻ പറഞ്ഞ സംഭവങ്ങൾ താൻ കണ്ടതാണോ? ഞാൻ കാണാമെന്നല്ല, മര്യാദയ്ക്ക് അവനെ പുറത്തുവിട്ടേക്ക് എല്ലാത്തിനും അരിഞ്ഞുകളയും. ആള് തെറ്റിയതാണോ? ഇപ്പൊ അവനെ കണ്ടാ തിരിച്ചറിയോ? എന്റെ കുടുംബജീവിതം തകർത്ത തെണ്ടിയെ ഞാൻ വെറുതെ വിടില്ല. എന്റെ കണ്ണിൽ നിന്നവൻ മാത്രമേ ഉള്ളൂ. ഇത് വിശ്വസിക്കാമോ? അതോ വല്ല തെറ്റിദ്ധാരണയാണോ? മാമാ, ഒരു തെറ്റിദ്ധാരണയുമില്ല. ഞാനിപ്പോ കാണിച്ചു തരാം. രാഘവേട്ട, ഒരു നിമിഷം കൂടി.
ദേ ഈ ഫോട്ടോയിൽ ഗോവിന്ദൻകുട്ടി ഉണ്ടെന്ന് അമ്മാവൻ ചോദരി അപ്പറിയാൻ കാര്യം. അവൻ തന്നെ. എനിക്ക് ഫോട്ടോ കാണണ്ട. രാഘവൻ തിരിച്ച് ജയിലിലേക്ക് പോകാൻ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് അവനോട് പറഞ്ഞേക്ക്. വിടില്ല ഞാൻ അവനെ. സീത എവിടെ? എന്തോ വാങ്ങാൻ പുറത്തു പോയി. എന്തേ? ആ കാർക്കോടകി വരുന്നുണ്ട്. അരെ നിന്റെ പുതിയ ഭാര്യ. അയ്യോ. യെസ്. ഇന്നാണ് ഞാൻ വിവരങ്ങളെല്ലാം അറിഞ്ഞത്. എന്ത് വിവരം? ഡാഡി നമ്മുടെ കല്യാണം തീരുമാനിച്ച കാര്യം. അഖില, എനിക്ക് അഖിലയോട് കുറെ കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ട്. എനിക്കുണ്ട്. എല്ലാം തുറന്ന് പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ... അതെ, ഡാഡി പറഞ്ഞു മുകുന്ദൻ എന്നെ വലിയ ഇഷ്ടമാണെന്ന്. താങ്ക്സ് അലോട്ട്. സ്നേഹിക്കുന്നതല്ല വെറുക്കുന്നതല്ലേ കുറ്റം. അതെ അതെ, സ്നേഹിക്കുന്നത് നല്ലതാണ്, വളരെ നല്ലതാണ്. എന്റെ കാര്യത്തിൽ മുകുന്ദൻ അപ്സെറ്റ് ആകരുത്. ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു. ആള് സ്റ്റേറ്റ്സിലാ. സമയമാവുമ്പോ ഡാഡിയോട് പറയാമെന്ന് കരുതിയതാ, വൈകി. ഞാൻ ആകെ കുഴപ്പത്തിലാ. ഡാഡി ഒരു തീരുമാനം എടുത്താ മാറ്റാൻ പ്രയാസമാ. മുകുന്ദൻ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. അത് പക്ഷെ ഞാൻ അഖിലയെ വല്ലാതെ സ്നേഹിച്ചു പോയി. അഖില എന്റെ മനസ്സിൽ പതിഞ്ഞുപോയി, തറഞ്ഞുപോയി. പറിച്ചു മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്ലീസ് മുകുന്ദൻ. അതത്ര എളുപ്പമല്ല അഖില. എനിക്ക് വേണ്ടി ഞാൻ കാല് പിടിക്കാം. ഞാൻ ഒന്നാലോചിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കും ഇതുപോലൊരു ആപത്ത് വന്നാൽ അഖില... എന്താപത്ത്? അല്ല, എന്തെങ്കിലും കാരണം കൊണ്ട് എന്റെയോ ആ സീതയുടെയോ ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ സീത ഉണ്ടല്ലോ, അവരുടെയോ ജോലിക്ക് വല്ല പ്രശ്നം ഉണ്ടായാൽ, ഉദാഹരണത്തിന് ഇപ്പൊ ചിലപ്പോ കുട്ടിയുടെ അച്ഛൻ ഞങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് വിചാരിക്കാം. എന്തിനു പിരിച്ചുവിടണം? എന്തിനു പിരിച്ചു വിടാതിരിക്കണം? കാലം അതാണല്ലോ. അതൊന്നും ഉണ്ടാവില്ല. പോരാ, എനിക്ക് ഉറപ്പ് തരണം. തന്നിരിക്കുന്നു. എങ്കിൽ ഞാൻ എന്റെ അഖിലയെ വേദനയോടെ മറക്കാൻ ശ്രമിക്കും. ഇപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. എന്റെയും. അങ്ങോട്ട് പോരും. എന്താ? ബൈ മുകുന്ദൻ. ബൈ. ആഹാ, എന്താ ഭാര്യയും ഭർത്താവും കൂടെ ഒരു ഒളിച്ചുകളി? ഞാൻ എന്റെ ഭാര്യയോട് ഒരു രഹസ്യം പറയായിരുന്നേ. ഉയ്യോ. ഇവിടെ ഇരുന്ന് മോങ്ങിയ അരിഞ്ഞു കളയും ഞാൻ ആസത്തെ. എങ്ങനെ ഞാൻ ആൾക്കാരുടെ മുഖത്ത് നോക്കും ഭഗവാന്? നിശ്ചയവും കഴിഞ്ഞ് മോതിരവും മാറി. എന്നെ മാനം കെടുത്താൻ മാത്രം ജനിച്ചതാടി നീ. ഗായത്രി, നിക്കടാ. അമ്മ, എല്ലാം ഒരു തെറ്റിദ്ധാരണയാണ്. സത്യത്തിൽ നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. മാർക്കറ്റിംഗ് സെക്ഷനിൽ വിവാഹം കഴിഞ്ഞവരെ നിയമിക്കില്ല എന്നറിഞ്ഞ് ജോലി കിട്ടാൻ വേണ്ടി വിവാഹം കഴിച്ചിട്ടില്ല എന്നൊരു കള്ളം MD-യോട് മുകുന്ദൻ പറഞ്ഞു. MD-യുടെ മകൾ വീട്ടിൽ വന്നപ്പോ സീതയെ കണ്ടു. അവരുടെ മുമ്പിൽ സീതയ്ക്ക് എന്റെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു. അത് കണ്ടിട്ടാണ് ഗായത്രി എന്നെ തെറ്റിദ്ധരിച്ചു. മതി ഗോവേട്ട, നുണ പറഞ്ഞത് മതി. ലോകത്ത് ഒരു പെണ്ണും എന്തിനു വേണ്ടിയായാലും സ്വന്തം ഭർത്താവിനെ മാറ്റി പറയില്ല. ഗായത്രി, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് വേറൊരു ഭാര്യ ഉണ്ടെങ്കിൽ എന്തിന് നീയുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കണം? മോതിരം മാറണം? പറ. എടാ, പത്രം വായിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം നിന്നെപ്പോലുള്ള കല്യാണ തട്ടിപ്പുകാരുടെ ഉദ്ദേശം എന്താണെന്ന്. സീതയെ കെട്ടിയതും MD-യുടെ മകളെ ആലോചിച്ചതും ഇവിടെ ഗായത്രി കുട്ടിയുമായി കല്യാണം ഉറപ്പിച്ചതുമെല്ലാം പണത്തിന് വേണ്ടി, സ്വത്തിന് വേണ്ടി, അതിനു വേണ്ടി മാത്രം. ട്രാവൽസ് കടത്തിലായപ്പോൾ നീ കണ്ടുപിടിച്ച മാർഗം കൊള്ളാം.
എടാ പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടല്ല പണക്കാരനാകേണ്ടത്. നീ എന്ത് പറഞ്ഞാലും ഗായത്രിക്ക് എന്നെ അറിയാം. അമ്മാവ എല്ലാവരും ചേർന്ന എന്റെ മോളെ ഈ നിലയിലാക്കിയത്. ഇറങ്ങടാ അമ്മാവ ഇറങ്ങടാ വെളിയിൽ. അമ്മാവ ഞാൻ അമ്മാവ ഈശോനെ സാക്ഷി നിർത്തി ഞാൻ പറയാം. അമ്മാവ വിശ്വസിക്കാം അമ്മാവ. അതോടെ നീയുമായുള്ള ബന്ധം അവസാനിച്ചു.